അപ്പോൾ പത്രദീപം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ യൂത്ത് ഓഫീസർ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിദാസ് സാർ, ട്രഷറർ ഇൻചാർജ് ശ്രീ ജോസി PX, കൈരളിയുടെ പ്രസിഡന്റ് ശ്രീ ശശിധരപിള്ള സാർ, BMW പ്രസിഡന്റ് KP വർഗീസ് സാർ, BMWC പ്രസിഡന്റ് വിജയകുമാർ സാർ, SG വിജയകുമാർ സാർ, SD PG മോഹൻകുമാർ സാർ, NSS പ്രസിഡന്റ് ശ്രീ സത്യനാഥൻ പിള്ളെ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് റിയർ അഡ്മിറൽ ABSM B അജയ്കുമാർ സാർ, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളായ PK ശശി സാർ, പ്രാർത്ഥനാഗീതം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീമതി കലായസ് പിള്ളയെ സ്വാഗതം. മതജാതി ഭേദങ്ങളില്ലാതെ എന്നും മാനവ സ്നേഹത്തിൻ ദീപം കൊളുത്തി കാലത്തിനൊരു പൂപ്പന്തലായി നിൽക്കുമി കേരള കലാസമിതി വളരണം നാൾക്കുനാൾ. കലയുടെ കാത്തള നാദം കേട്ടുണരുന്ന കൈകളി പൊന്നുണ്ണി മക്കൾ നമ്മൾ. ശ്രീഗാനം പല്ലവി പാടുമീ നമ്മൾ. ശ്രുതിയൊന്ന് സ്വരമൊന്ന് താളവുമൊന്ന് സംഗീത സാഹിത്യ നൃത്തരംഗങ്ങളിൽ സുരഭിലയായി നിന്തങ്കച്ചിലമ്പൊലി നാദമായി സ്വരമേളങ്ങളായെന്നും നിറവഴിഞ്ഞൊഴുകണം ഈ കലാകേരളം. നിറവഴിഞ്ഞൊഴുകണം ഈ കലാകേരളം. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിദാസ്, ട്രഷറർ ഇൻചാർജ് ശ്രീ ജോസി PX, നമ്മുടെ റിയർ അഡ്മിറൽ ABSM B അജയൻ സാർ. അദ്ദേഹം വിശാഖപട്ടണത്ത് പുതിയ ആളല്ല. എൻ്റെ അറിവ് വെച്ചിട്ട് 3ാമത്തെ ടൈമിലാണ് അദ്ദേഹം വിശാഖപട്ടണം വരുന്നത്. ഇപ്പോൾ 3ാമത്തെ ടൈമാണെന്നാണ്. ഒരു 15 വർഷം സാർ വിശാഖപട്ടണത്തുണ്ടായിരുന്നു. PK ശശി അദ്ദേഹം KTDC ചെയർമാനാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഗസ്റ്റ് ശ്രീ പ്രഭാകരൻ സാർ, അദ്ദേഹം മലമ്പുഴ MLA ആണ്. വളരെ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോർജ് തോമസ്, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, ആദരണീയ നേതാക്കളെ, പ്രിയ കലാസമിതി അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും കേരള കലാസമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിസ്മസിൻ്റെ സ്നേഹ സന്ദേശവും പുതുവത്സരത്തിൻ്റെ പുതു ആശകളും ഒരുമിച്ച് കൈകോർക്കുന്ന ഈ മനോഹരമായ സായാഹ്നത്തിൽ കേരള കലാസമിതി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, സാദരം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആഘോഷ പരിപാടി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ മഹത്വം കൈവരിക്കുന്നു. എല്ലാവർക്കും ആത്മസന്തോഷം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള കലാസമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നോർക്ക നോഡൽ ഓഫീസറും KTDC മാനേജറുമായ അനൂപി ചാക്കോ മാഡത്തിൻ്റെ ക്രിസ്മസ്
പുതുവത്സര ആശംസകൾ കൂടി മാഡം അറിയിക്കാൻ പറഞ്ഞു. എല്ലാ അംഗങ്ങൾക്കും മാഡത്തിൻ്റെയും കൂടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അജയ് സർ, അതുപോലെ തന്നെ KTDC ചെയർമാൻ ശ്രീ സഖാവ് PK ശശി, ബഹുമാനപ്പെട്ട മലമ്പുഴ MLA പ്രഭാകരൻ മാർ, നമ്മുടെയൊക്കെ പ്രിയകരിയായ നന്ദിനിമാരെ, ഇന്നത്തെ ക്രിസ്മസ് മെസ്സേജ് നൽകുവാനായിട്ട് വന്നിരിക്കുന്ന ഫാദർ സ്റ്റീഫൻ ലോറൻസ്, അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായ ഷമ്മി അബ്രഹാം സൂസൻ, കലാസമിതി ഭാരവാഹികളെ, അതുപോലെ വേദിയിലിരിക്കുന്ന കേരള കലാസമിതി കുടുംബാംഗങ്ങളെ, കേരള കലാസമിതിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അടുത്തായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട KTDC ചെയർമാൻ ശ്രീ PK ശശി അവരെ ക്ഷണിക്കുന്നു. ഈ വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ കേരള കലാസമിതിയുടെ ഈ പ്രത്യേക ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു B2B മീറ്റ്, ആ മീറ്റിൽ വെച്ചാണ് കേരള കലാസമിതിയുടെ ഭാരവാഹികളെ, അതുപോലെ തന്നെ ലോക കേരള സഭാ അംഗങ്ങളെ യാദൃച്ഛികമായി പരിചയപ്പെട്ടത്. അവരെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആന്ധ്രയിലെ മലയാളികളുടെ സംഘടന കേരള കലാസമിതി, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇതുപോലെയുള്ള നിരവധിയായ കൂട്ടായ്മകൾ, ഞാനതിൻ്റെ നിങ്ങളുടെ സ്വവനീർ ഞാൻ നോക്കിയല്ല, സ്വവനീറല്ല, ഓരോ വൈബന്തിരിയ പരിപാടി കഴിഞ്ഞിട്ട് പൊതുസമ്മേളനം കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഞങ്ങൾ ഈ ഫുട്ബോൾ ധാരാളം ആസ്വദിക്കുന്നവരുടെ നാടാണ്. അപ്പൊ പലരും മെസ്സിയുടെ ആരാധകരാണ്, പലരും നെയ്മറിന്റെ ആരാധകരാണ്, പലരും എംബാപ്പയുടെ ആരാധകരാണ്. ഒരു മോശപ്പെട്ട പ്രവണതയാണ്. ധാരാളം എഴുത്തുകാരുണ്ട്, നല്ലപോലെ സർഗാത്മക സിദ്ധികളെ ആളുകളുണ്ട്. അവരുടെ കഴിവുകളെയെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, അതേപോലെ തന്നെ പാർലമെന്റ് അംഗം, അതേപോലെ ഇന്ന് അദ്ദേഹത്തിനും നല്ലൊരു സുദിനം കൂടിയാണ്. CITയുടെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ദിവസമാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി എല്ലാവരും. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യരായ സുഹൃത്തുക്കൾ, കേരള കലാസമിതി ശാഖപ്പെട്ട മലയാളികൾ ഒരുമിച്ച് കൂടുന്ന ഈ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ എനിക്കറിയായ സന്തോഷം. കഴിഞ്ഞ ദിവസത്തിന്റെ ഭാഗമായി ഞങ്ങളെ വന്ന് കണ്ടു. ആ ദിവസം എനിക്ക് പറയാൻ സൗകര്യപ്പെടുമായിരുന്നില്ല. ഏതായാലും
കേരളത്തിൽ നിന്ന് കുറച്ചകലെ തൊഴിലും ബിസിനസ്സും മറ്റാവശ്യങ്ങളുമായി വിശാഖപട്ടണത്ത് വന്ന് താമസിക്കുന്ന ഏതാണ്ട് സ്ഥിരതാമസമാക്കിയവരും ഇവിടെ ജീവിക്കുന്നവരുമായ നിങ്ങളുമായി നേരിട്ട് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കേരള കലാസമിതി എന്ന് പറയുമ്പോൾ കേരളത്തെ അനുസ്മരിക്കാൻ അവസരമൊരുക്കുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓണം, ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളിൽ എല്ലാവരെയും ഒന്ന് ഒത്തുചേരാൻ അവസരം ഉണ്ടാക്കുക, അങ്ങനെ നാടിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നിലനിർത്തുക, ഇത്തരം പരിപാടികൾ ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ബഹുമതിയും അഭിമാനകരമായ വളർച്ചയും നേടാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അകലെയാണെങ്കിലും നിങ്ങളതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. അന്തർദേശീയ പത്രങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും കേരളത്തെ മുക്തകണ്ഠ പ്രശംസിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ലഭ്യമാകുന്ന വിഷ്വൽ മീഡിയ, മലയാള മാധ്യമങ്ങൾ, ചാനലുകൾ ഭൂരിപക്ഷവും ഒരു നെഗറ്റീവ് ഇമേജ് കേരളത്തിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരു രാഷ്ട്രീയ താല്പര്യത്തിനടിച്ചാണ് വസ്തുനിഷ്ഠമായിട്ടാണ്. ഉദാഹരണത്തിന്, ലോകത്ത് ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. 1004. അമേരിക്കയിലെ റേറ്റാണ് 1000. നമുക്ക് പരിപാടികൾ വേഗം അവസാനിപ്പിക്കാം. ആരും ഇതാണ് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അടുത്തായി ബഹുമാനപ്പെട്ട ടി.പി. രാമകൃഷ്ണൻ അവർ സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം കേരളത്തിലെ LDF കൺവീനർ. സഹോദരി സഹോദരന്മാർ, എല്ലാ മനസ്സുകളെയും യോജിപ്പിക്കുന്ന ഒരു ഘടകമാണ് കലാ സാംസ്കാരിക രംഗം. ആടുകയും പാടുകയും ചെയ്യുമ്പോൾ എല്ലാം മറന്ന് സന്തോഷിക്കാനും ഈ ജീവിതത്തിൻ്റെ നാനാതരം പ്രയാസങ്ങൾക്കിടയിൽ മനസ്സിന് അയവ് വരുത്താൻ ഇത്തരം പരിപാടികളെല്ലാം സഹായകരമാണ്. വിശാഖപട്ടണത്ത് മലയാളികളെല്ലാം ഒന്നിച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെന്നാൽ അകൽച്ച മലയാളികളുടെ മുന്നിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം വിശാഖപട്ടണത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. കുട്ടികളുടെ താല്പര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ, ഇതുപോലുള്ള ശ്രമങ്ങൾ ഏറെ സഹായകരമാകും. നിങ്ങളെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് കുടുംബസമേതം ഇവിടെ കഴിയുന്നവരാണ് മിക്കവാറും ആളുകൾ. ജോലി ചെയ്ത് നാട്ടിലേക്ക് പോകുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ മലയാളികൾ എത്തിച്ചേരുന്നത് കേരളത്തിൽ മതിയായ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആ സ്ഥിതിക്ക് കേരളത്തിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധമാണെങ്കിൽ വിദ്യാഭ്യാസവും തൊഴിൽ ഈ മേഖലകളിലെല്ലാം പഴയതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് ബോധ്യമാകുമ്പോൾ ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം കേരളത്തിൽ ലഭ്യമാകാനുള്ള സന്ദർഭങ്ങളുണ്ടായാൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ബോധ്യപ്പെട്ടതിന് ശേഷം ആലോചിച്ചാൽ മതി. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ IT മേഖലയിൽ വലിയ തോതിൽ വികാസം കൈവരിക്കുകയാണ് കേരളം. തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ തൊഴിൽ അറിയുന്നവർ ഇല്ലെങ്കിൽ
ഏത് തൊഴിലാണ് ആവശ്യം ആ തൊഴിൽ ലഭിക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കാൻ ആവശ്യമായത്ര നൈപുണ്യ വികസനവും കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് നോക്കിക്കാണാനും ബോധ്യമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് കൂടി അത് ഉപയോഗിക്കാനും കഴിയണം. കേരളം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിരവധി ചെറുകിട സംരംഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വരികയാണ്. പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ നിക്ഷേപത്തിന് തന്നെ സർ. അടുത്തായി ബഹുമാനപ്പെട്ട MLA സംസാരിക്കുന്ന 2 വാക്ക് പുള്ളി വളരെ ചുരുക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുന്നു. ഈ കേരള കലാസമിതി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൊരു അഭിമാനവും നമുക്ക് ഒരു കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ഈ വിശാഖപട്ടണത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായത്. വിവിധ ആചാരങ്ങളും മതവിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവർ അതൊന്നും നോക്കാതെ ഒരു ഒത്തൊരുമയോടുകൂടി ഒത്തുചേരുകയും അതിനനുസരിച്ച് കാലത്തിൻ്റെ ഗതികൾക്കനുസരിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും മറ്റൊക്കെ സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുന്ന ഒരു കേരള കലാസമിതി എന്ന രീതിയിൽ ഒരു സംഘടന അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ എൻ്റെ 2 നേതാക്കന്മാരും സംസാരിച്ചതുപോലെ ലോകത്തിൻ്റെ തിരുനെറ്റി കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഒരു വല്ലാത്തൊരു തിലകക്കുറിയായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുകയാണ്. തീർച്ചയായും ആന്ധ്രാപ്രദേശിലൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. കേരളം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. കേരളത്തിന് ആവശ്യമായ അരി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ അരി നമുക്ക് ഈ സംസ്ഥാനത്തു നിന്നാണ് നമുക്ക് വരുന്നത്. പൈസ കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ മാന്യമായ പെരുമാറ്റത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിട്ടാണ് കേരളത്തോട് ഈ ആദരവ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും മനുഷ്യസ്നേഹപരമായ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട റെയർ അഡ്മിറലിന് ഒരു പ്രീ ഓക്യുപ്പൈഡ് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആദരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ക്രിസ്മസ് ആശംസയൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല നിങ്ങളെന്ന് എനിക്ക് നല്ലോണം അറിയാം. പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാനാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അറിയാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസും പുതുവത്സരം ആശംസിക്കുന്നു. ഈ പുതുവത്സരം നമ്മൾ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വന്ന ചീഫ് ഗസ്റ്റിനും ഇവിടെ ഈ പ്രത്യേക പ്രോഗ്രാമുകൾക്ക് നേതൃത്വം എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം. അടുത്തായിട്ട് ക്രിസ്മസ് മെസ്സേജ് നൽകുന്നതിനായി റവറൻഡ് ഫാദർ സ്റ്റീഫൻ ലോറൻസ് അവരുടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ബ്ലസ്സൻ അച്ഛൻ സൂചിപ്പിച്ച പോലെ ആർക്കും ഒരു മൂടും ഇല്ലാതെയാണ് ഇരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. എങ്കിലും എന്നെ വിളിച്ച് ക്ഷണിച്ച ആ പ്രധാന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്മസ് ആശംസയും ക്രിസ്മസിൻ്റെതായ മെസ്സേജും അറിയിക്കണമെന്ന് അറിയിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. വളരെ ദൂരത്ത് നിന്ന് 3 രാജാക്കന്മാർ പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നീ കാഴ്ച വസ്തുക്കളുമായി യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് ബേത്ലഹേമിൽ ആ പുൽത്തൊഴുത്തിലേക്ക് വന്നു നിൽക്കുന്നു. അവരെ വഴി കാട്ടിയത് ആ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രകാശം അവരെ കാണിച്ചുകൊണ്ട് വഴി നടത്തിയാണ് അവർ ആ പുൽക്കൂട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഈ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നും, എന്തുകൊണ്ടായിരിക്കും ആ നക്ഷത്രത്തെ തിരഞ്ഞെടുത്തത്? പ്രകാശം, അതായത് തന്നെ ജ്വലിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വസ്തുവായി പ്രകാശത്തെ, ആ നക്ഷത്രത്തെ കാണുന്നു. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമ്മളൊക്കെ
ചില നക്ഷത്രങ്ങളായി മാറാറുണ്ട്. താങ്ക് യു ഫാദർ. ബഹുമാനപ്പെട്ട ശ്രീ പി കെ ശശി അവരെ ആദരിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ നായരെ ക്ഷണിക്കുകയാണ്. അടുത്തായി ശ്രീ പ്രഭാകരൻ അവരെ ആദരിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് പി കെ ജോസ് അവരെ ക്ഷണിക്കുന്നു. ശ്രീ ജോസി ചെറിയ യാത്രയയപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണി എബ്രഹാമിനുള്ള യാത്രയയപ്പ് ഇതാണ്. അദ്ദേഹം നിരവധി വർഷങ്ങളോളം കേരള കലാസമിതിയെ സേവിച്ച് ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി അധ്യക്ഷൻ ശ്രീ ജോർജ് തോമസ് അവരുടെ ക്ഷണിക്കുന്നു. അദ്ദേഹം കേരള കലാസമിതിയുടെ അന്നത്തെ ഓഫീസായിരുന്ന ചാവൽമാർക്കുള്ള സമിതി ഓഫീസിൽ 1986 മുതൽ 88 വരെ സമിതി ഓഫീസിൽ താമസിച്ച് സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകിയ അദ്ദേഹമാണ് ശ്രീമാൻ സണ്ണി എബ്രഹാം. അതുപോലെ തന്നെ ലൈബ്രറിയനായിട്ട് ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നു. അന്നൊക്കെ കേരള കലാസമിതിയുടെ ചരിത്രം അറിഞ്ഞവർക്കറിയാം, ലൈബ്രറി എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തന മേഖലയായിരുന്നു. എല്ലാ മെമ്പേഴ്സും ബുക്കുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകും, അത് വായിച്ച് ആ ബുക്കുകളൊക്കെ തരം തിരിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ചുമതല, ഒരു വലിയ ചുമതലയായിരുന്നു. അത് ടൗൺ ഏരിയയിലും അതുപോലെ തന്നെ ശ്രീഹരിപുരം ഏരിയയിൽ, മേഘാദ്രിപ്പേട്ട ഏരിയയിലൊക്കെ പല ഏരിയകളിൽ അന്ന് ലൈബ്രറി വർക്ക് ചെയ്തിരുന്നു. അന്ന് സജീവമായിട്ട് പ്രവർത്തിച്ച അദ്ദേഹമാണ് ശ്രീമാൻ സണ്ണി എബ്രഹാം. കലാസമിതിയുടെ ഭാരവാഹികളായ പ്രസിഡന്റ് തോമസ് ഏട്ടൻ, സെക്രട്ടറി ഹരിദാസ്, ട്രഷറർ സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ശ്രീനച്ചൻ, മാർത്തോമാ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ലസന. പറഞ്ഞ പോലെ തന്നെ 1985 ഞാൻ വിശാഖപട്ടണത്ത് വരുന്നത്. അന്ന് അപ്പുണ്ടി സ്കൂളിൽ താമസിക്കുകയാണെങ്കിൽ പോലും അന്നത്തെ ലൈബ്രറിയനായിരുന്ന ഐസക്ക് എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമായിരുന്നുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും കലാസമിതിയിലേക്ക് ഓഫീസിലേക്ക് വരികയും അവിടെ ഐസക്കിൻ്റെ ഒപ്പം താമസിക്കുകയും വീണ്ടും ഞായറാഴ്ച വൈകുന്നേരമാണ് വീണ്ടും അപ്പുണ്ടി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്രന്റീസ് കഴിഞ്ഞതിന് ശേഷം ഡോക്യാർഡിൽ ജോയിൻ ചെയ്തപ്പോൾ കലാസമിതിയുടെ ലൈബ്രറിയിൽ, അതായത് ഓഫീസിൽ എൻ്റെ താമസം മാറ്റുകയും 88 വരെ ഓഫീസിൽ താമസിച്ച് ലൈബ്രറിയിൽ അതുപോലെ കലാസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണെങ്കിലും നമ്മുടെ കേരള കലാസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും അങ്ങനെ ഓരോരോ തസ്തികകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ എക്സിക്യൂട്ടീവ് മെമ്പറുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല. കാരണം ഫോണില്ല, വാട്സപ്പില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരും വീട്ടിൽ ചെന്ന് തന്നെ അറിയിക്കണം. ഒരു യാത്രയയപ്പ് സ്വീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു. എന്തൊക്കെയാണേലും ഈ ഒരു യാത്രയയപ്പിന് വേണ്ടി ഇതിനു വേണ്ടി പ്രയത്നിച്ച
കലാസമിതിയുടെ എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സണ്ണി. അടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ റവറൻ ഫാദർ സ്റ്റീഫൻ ലോറൻസ് അവരെ ആദരിക്കുന്നതിനായി തുളസി റാമിനെയും ശ്രീ ടി കെ നായരെയും ക്ഷണിക്കുകയാണ്. അടുത്ത ബ്ലസൻ ഫാദർ റവറൻ ഫാദർ ബ്ലസൻ അവരെ ആദരിക്കുന്നതിനായി ശ്രീ മുരളി മോഹൻ അവരുടെയും കെ വി വിജയകുമാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പബ്ലിക് മീറ്റിംഗിന്റെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.